ഹലോ സ്റ്റുഡൻസ്, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പി സീരീസ് ആണ്. അപ്പോൾ കമ്പാരിസൺ ടെസ്റ്റും റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റും പഠിച്ചു കഴിഞ്ഞു. പി സീരീസ്, ഈ പി സീരീസിനെ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കമ്പാരിസൺ ടെസ്റ്റിലും അതുപോലെ തന്നെ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റിലും കമ്പയർ ചെയ്യാനുള്ള സീരീസുകളായിട്ട് നമുക്ക് ഈ പി സീരീസിനെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന്റെ കൺവേർജൻസ് എങ്ങനെയാ, ഡൈവേർജൻസ് എങ്ങനെയാന്നുള്ളത് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കുക. പിയുടെ വാല്യൂ എന്താവുമ്പോഴാണ് അത് ഡൈവേർജ് ചെയ്യുക, പിയുടെ വാല്യൂ എങ്ങനെ വരുമ്പോഴാണ് അത് കൺവേർജ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പി സീരീസ് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇഫ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ദെൻ സിഗ്മ ഈക്വൽ ടു 1 to infinity 1 by i raised to p ഡൈവേർജസ്. ഈ 1 by i raised to p എന്നുള്ള സീരീസിനെയാണ് സിഗ്മ ഈക്വൽ ടു 1 to infinity 1 by i raised to p എന്നുള്ള സീരീസിനെയാണ് പി സീരീസ് എന്ന് പറയുന്നത്. അത് പിയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ ഡൈവേർജ് ചെയ്യും. ആൻഡ് ഇഫ് പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, ഗ്രേറ്റർ ദാൻ 1 ഉണ്ടാവുള്ളൂ കേട്ടോ, ഈക്വൽ ടു 1 ഉണ്ടാവില്ല, തെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നോട്ടിൽ നിങ്ങൾ തിരുത്തുക. ഇഫ് പി ഗ്രേറ്റർ ദാൻ 1 ദെൻ സിഗ്മ ഈക്വൽ ടു 1 to infinity 1 by i raised to p കൺവേർജസ്. ഓക്കെ, പി ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ അത് കൺവേർജന്റും, അതുപോലെ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ തിരുത്തണം കേട്ടോ. പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ ഈ സീരീസ് ഡൈവേർജന്റും ആണ്. അപ്പോൾ നമുക്ക് റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റിലോ അതല്ലെങ്കിൽ കമ്പാരിസൺ ടെസ്റ്റിലോ ഒക്കെ പി സീരീസ് കമ്പയർ ചെയ്യാനുള്ള സീരീസ് ആയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി കുറച്ച് പ്രോബ്ലംസ് ആണ്. ടെസ്റ്റ് ഫോർ കൺവേർജൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സിഗ്മ ഈക്വൽ ടു 1 to infinity 1 by 1 plus i square. അപ്പോൾ അതാദ്യം പറയാം. അപ്പോൾ നമ്മളിവിടെ കമ്പാരിസൺ ടെസ്റ്റ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ തന്നിരിക്കുന്ന സീരീസ് ഏകദേശം പി സീരീസ് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊരു പി സീരീസുമായിട്ട് കമ്പയർ ചെയ്യാൻ പോവാണ്. ഇവിടെ നോക്കി, ഇവിടെ 1 by 1 plus i square ആണുള്ളത്. നമ്മൾ കമ്പയർ ചെയ്യാനുള്ള സീരീസ് ആയിട്ട് ഇതിനെ എ ഐ എന്ന് എടുത്തു. കമ്പയർ ചെയ്യാനുള്ള സീരീസ് ആയിട്ട് സിഗ്മ ഈക്വൽ ടു 1 to infinity 1 by i square എടുക്കുകയാണ്. അപ്പോൾ ഇതിനെ എ ഐ എന്ന് എടുത്തു, തന്നിരിക്കുന്നതിനെ എ ഐ എന്ന് എടുത്തു. എ ഐ is equal to 1 by 1 plus i square. കമ്പയർ ചെയ്യുന്നത് ഈ പി സീരീസിനോടാണ്. സിഗ്മ ഈക്വൽ ടു 1 to infinity 1 by i square കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത് ബി ഐ എന്ന് എടുത്തു. 1 by i square equal to ബി ഐ എന്ന് എടുത്തു. അപ്പോൾ ഇതെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇവിടെ നോക്കൂ, ഇവിടെ 1 by 1 plus i square ആണ്, ഇവിടെ 1 by i square ആണ്. നോക്കി, ഈ i squareനോടുകൂടി 1 കൂട്ടിയതാണ് ഇതിന്റെ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത്. ഈ റേഷ്യോ ഫോമിലുള്ള ഫ്രാക്ഷണൽ വാല്യൂസ് ആവുമ്പോൾ എപ്പോഴും നമ്മൾ അതിന്റെ വാല്യൂ അറിയാനായിട്ട്, വലുതേതാ ചെറുതേതാന്ന് അറിയാനായിട്ട് ന്യൂമറേറ്റർ ഈക്വൽ ആണെങ്കിൽ ഡിനോമിനേറ്റേഴ്സ് ചെക്ക് ചെയ്യാം. ഡിനോമിനേറ്റർ വലുതായിട്ട് വരുമ്പോൾ ആ നമ്പർ വലുതാവുകയും ഡിനോമിനേറ്റർ ചെറുതായിട്ട് വരുമ്പോൾ ആ നമ്പർ വലുതാവുകയാണ് ചെയ്യുന്നത്, അല്ലെ? ഡിനോമിനേറ്റർ വലുതായിരിക്കുമ്പോൾ നമ്പർ ചെറുതായിരിക്കും. ഒരു വട്ടം കൂടെ പറയാം, ഡിനോമിനേറ്റർ വലുതായിരിക്കുമ്പോൾ നമ്പർ ചെറുതായിരിക്കും, ഡിനോമിനേറ്റർ ചെറുതായിരിക്കുമ്പോൾ നമ്പർ വലുതായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ i സ്ക്വയർ പ്ലസ് 1 ആണ് ഡിനോമിനേറ്ററിൽ. അപ്പൊ ഇതാണ് വലുത്. i സ്ക്വയർ പ്ലസ് 1 ആണ് ഈ ഡിനോമിനേറ്റർ വലിയ നമ്പർ. അപ്പൊ ഈ നമ്പർ എ ഐ എന്ന് പറയുന്ന നമ്പർ ചെറുതായിരിക്കും. ഇവിടെ ഡിനോമിനേറ്ററിൽ i സ്ക്വയർ ആണ്, അപ്പൊ ഈ നമ്പർ വലുതായിരിക്കും. അപ്പൊ ക്ലിയർലി എ ഐ ഈസ് ലെസ് ദാൻ ബി ഐ. ഇവിടെ മോഡുലസ് വാല്യൂ എടുക്കാത്തതിന്റെ കാര്യം, ഇവിടെ 1ഉം i സ്ക്വയറും എന്നുള്ള ടേംസ് ആണ്. 1 plus i സ്ക്വയർ പോസിറ്റീവ് ആണ്, i സ്ക്വയർ പ്ലസ് 1ഉം പോസിറ്റീവ് ആയിരിക്കും. പിന്നെ ന്യൂമറേറ്ററിൽ 1 ആണ്. അപ്പൊ മോഡുലസ് എടുത്താലും സെയിം വാല്യൂ തന്നെ കിട്ടുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ മോഡുലസ് എടുത്തിട്ട് സെയിം വാല്യൂ തന്നെയാന്നുള്ളത് കാണിച്ചോ. ഓക്കെ, കാണിച്ചില്ലെങ്കിലും വിരോധമില്ല. 0 ലെസ് ദാൻ എ ഐ ലെസ് ദാൻ ബി ഐ എന്ന് എഴുതിയാൽ മതി. എന്ന് വെച്ചാൽ അത് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് മോഡുലസ് എടുത്തിട്ടില്ല എന്ന്, അല്ലെങ്കിൽ മോഡ് എ ഐ ലെസ് ദാൻ ബി ഐ എന്നുള്ള കണ്ടീഷൻ ആയിരുന്നു ഹോൾഡ് ചെയ്യേണ്ടത് കമ്പാരിസൺ ടെസ്റ്റിൽ, അല്ലേ? അപ്പൊ അത് പോസിറ്റീവ് വാല്യൂസ് ആയതുകൊണ്ടാണ് മോഡ് എടുക്കാഞ്ഞത്. കാരണം മോഡ് എടുത്താലും സെയിം തന്നെ കിട്ടും, അത്രയേ ഉള്ളൂ അതിൽ കാര്യം. ആൻഡ് നമ്മുടെ കമ്പയർ ചെയ്യാനെടുത്ത, അപ്പൊ ഇത് കമ്പാരിസൺ ടെസ്റ്റിന്റെ കണ്ടീഷൻ അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി കമ്പയർ ചെയ്യാനായിട്ട് എടുത്ത സീരീസ്, അതിന്റെ കൺവേർജൻസ് നോക്കാം. അതായത് സിഗ്മ ഈക്വൽ ടു 1 to infinity ബി ഐ, അതായത് 1 by i square നമ്മുടെ പി സീരീസ് ആണ്, അല്ലെ? പി സീരീസ് വിത്ത് പി ഗ്രേറ്റർ ദാൻ 1. പി ഈക്വൽ ടു 2 അല്ലേ ഇവിടെ? അപ്പൊ പി ഈസ് ഗ്രേറ്റർ ദാൻ 1. അപ്പൊ അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത്ര മാത്രം നോട്ടിൽ എഴുതി വെക്കാതെ, ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വീഡിയോ കേട്ടോണ്ട് നോട്ട് എഴുതാട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നോട്ടിന്റെ സൈഡിലായിട്ടും പി ഈക്വൽ ടു 2 ആണെന്നുള്ളതും, അതുകൊണ്ട് പി സീരീസിന്റെ കൺവേർജൻസിന്റെ പ്രത്യേകത എന്താണെന്നുള്ളതും കൂടെ ഇവിടെ ആഡ് ചെയ്യണം കേട്ടോ. പി സീരീസിന്റെ ഡെഫിനേഷൻ മൊത്തം ഇവിടെ ഒന്ന് ആഡ് ചെയ്യണം. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും അഥവാ നിങ്ങൾ എഴുതി തെറ്റിപ്പോയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പൊ അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നു. ഞാൻ ഈ ഇട്ട് തരുന്ന
നോട്ടിൽ നിങ്ങൾ വീഡിയോയും കൂടി കേട്ടിട്ട് മാത്രം നോട്ട്സ് എഴുതുക. ഓക്കെ, അവിടെ എക്സ്പാൻഡ് ചെയ്യാനുള്ള സ്റ്റെപ്സ് കാണും, അത് ഞാൻ പറയുന്നുണ്ട്. ആ പറയുന്ന കാര്യങ്ങൾ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾ അപ്പം അത് നോട്ട് എഴുതുമ്പോൾ അത് എഴുതി വെക്കുക. ഓക്കെ, ആദ്യം ക്ലാസ് കേൾക്കുക, ക്ലാസ് കേട്ടിട്ട് അതിൻ്റെ കൂടെ നോട്ട് എഴുതുമ്പോൾ വീണ്ടും ഒന്നുകൂടെ ക്ലാസ് കേൾക്കുക, എന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെ എഴുതി വെക്കുക. അപ്പോൾ P = 2 ആണ്. P സീരീസിന്റെ കണ്ടീഷൻ പ്രകാരം P > 1 ആയതുകൊണ്ട് ഈ തന്നിരിക്കുന്ന സീരീസ് കൺവേർജന്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, നമുക്ക് തന്നിരിക്കുന്ന സീരീസും കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ട് കൺവേർജന്റ് ആയിരിക്കും എന്നാണ് കൺക്ലൂഡ് ചെയ്ത് എഴുതേണ്ടത്. ഓക്കെ, അടുത്ത് തന്നിരിക്കുന്ന സീരീസ് σj = 1 to infinity j² + 2j divided by j⁻⁴ - 3j² + 10 എന്നുള്ളൊരു സീരീസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ തന്നിരിക്കുന്നതിനെ എപ്പോഴും നമ്മൾ AJ അല്ലെങ്കിൽ AI എന്നൊക്കെയല്ലേ എടുക്കാറ്. ഇപ്പൊ ഇവിടെ ജയിൽ തന്നിരിക്കുന്നതുകൊണ്ട് ഇതിന് AJ എന്ന് എടുക്കാം. j² + 2j divided by j² - 3j² + 10. ഇനി ഇതുമായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് നോക്കി നോക്കൂ, ഇവിടെ j² + സംതിങ് ഉണ്ട്, ഇവിടെ j⁻⁴ - സംതിങ് ആൻഡ് പ്ലസ് സംതിങ്, ആ രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ മുകളിലത്തെ ഹയസ്റ്റ് പവർ അതായത് j², താഴത്തെ ഹയസ്റ്റ് പവർ അതായത് j⁻⁴, അങ്ങനെ വരുന്ന j² / j⁻⁴ എന്ന് പറയുന്ന ഒരു സീരീസ് ആണ് ഇതിന് കമ്പയർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു BJ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. മുകളിലത്തെ ഹയസ്റ്റ് പവർ ഡിവൈഡഡ് ബൈ താഴത്തെ ഹയസ്റ്റ് പവർ. അതൊരു ട്രിക്കാണ് കേട്ടോ, ഏത് എടുക്കണം എന്ന് നമുക്ക് പെട്ടെന്ന് അറിയില്ലല്ലോ. അപ്പോൾ വെട്ടിപ്പോവാൻ കണക്കാക്കിയിട്ടാണ്, ലിമിറ്റ് കിട്ടാൻ കണക്കാക്കിയിട്ട് നമ്മളൊരു ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യാൻ പോണേ. കാരണം ഇതൊരു വലിയ പോളിനോമിയൽ പോലെ ഉള്ള റാഷണൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് കമ്പാരിസൺ ടെസ്റ്റ് എളുപ്പമാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യാനായിട്ട് പോണത്. അതുകൊണ്ട് നമ്മൾ BJ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പോളിനോമിയൽ പോലെയുള്ള ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആണെങ്കിൽ നിങ്ങൾ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റിന് വേണ്ടിയിട്ട് BJ സെലക്ട് ചെയ്യുമ്പോൾ ഈ രീതിയിലൊന്ന് സെലക്ട് ചെയ്തോളൂ കേട്ടോ. അതൊരു ട്രിക്കാണ്, അതൊന്ന് ഓർത്തിരുന്നോളൂ. മുകളിലത്തെ ഹയസ്റ്റ് പവർ ഡിവൈഡഡ് ബൈ താഴത്തെ ഹയസ്റ്റ് പവർ, അങ്ങനെ വരുന്ന സീരീസിനെ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ j² / j⁻⁴ വെട്ടിപ്പോയിട്ട് അത് 1/j² എന്നുള്ള സീരീസാണ് വരിക. അപ്പോൾ ഈ 1/j² എന്നുള്ള സീരീസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് നിങ്ങൾ ഓർക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. ദാറ്റ് ഈസ് ലിമിറ്റ് j → ∞ മോഡുലസ് വാല്യൂ ഓഫ് AJ/BJ. ഇനി ഈ കാൽക്കുലേഷനാണ്. അപ്പോൾ ആ AJ/BJ എന്നുള്ള കാൽക്കുലേഷന്റെ മുഴുവൻ ഭാഗങ്ങളും ഇവിടെ എഴുതിയിട്ടില്ല. പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണം. ഞാൻ പറഞ്ഞു തരുന്നതിനനുസരിച്ച് എഴുതാം. ദാറ്റ് ഈസ് ലിമിറ്റ് j → ∞. ഇവിടെ നമ്മൾ എഴുതുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എഴുതുമ്പോൾ j² + 2j divided by j⁻⁴ - 3j² + 10 എന്നൊക്കെ വരും. ഡിവൈഡഡ് ബൈ എന്ത് വരും, 1/j² എന്നുള്ളത് വരും. 1/j² എന്നുള്ളത് വരും. അപ്പോൾ ഡിവൈഡ് ബൈ 1/j² എന്നുള്ളതിൽ j² മുകളിലേക്ക് പോകും. j² മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ടേമുമായിട്ട് ആ j² മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. നിങ്ങളത് ചെയ്ത് നോക്കാം കേട്ടോ. കാരണം കാൽക്കുലേഷൻ എന്നുള്ളത് നിങ്ങൾ +2 എല്ലാം കഴിഞ്ഞ് വന്നവരാണ്. അപ്പോൾ അത് നിങ്ങൾ തന്നെത്താനെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് സെമ്മിലും നമ്മൾ അങ്ങനെ ഇതുപോലെ കുറേ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്തതാണ്, മുമ്പത്തെ ചാപ്റ്റേഴ്സിലും ചെയ്തതാണ്. അപ്പോൾ ഈ ഭാഗം ഞാൻ പറഞ്ഞു തന്നെ പോലെ തന്നെ നിങ്ങൾ കാൽക്കുലേഷൻസ് ചെയ്യാം. അപ്പോൾ j² കൊണ്ട് ആ ഡിനോമിനേറ്ററിൽ ഉണ്ടായിരുന്ന j² മുകളിലേക്ക് വന്നിട്ട് ഈ j² കൊണ്ട് ഈ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ. അപ്പോൾ എന്ത് വരും, j⁻⁴ + 2j³ എന്ന് വരും. j⁻⁴ + 2j³ എന്ന് വരും. ഓക്കെ, അപ്പോൾ j⁻⁴ + 2j³ ഡിവൈഡഡ് ബൈ ഈ ടേം അങ്ങനെ തന്നെയായിരിക്കും, അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. j⁻⁴ - 3j² + 10 എന്ന് വരും. ഇനി അതിൽ നിന്ന് ലിമിറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഔട്ട്സൈഡ് എടുക്കാവുന്ന എല്ലാം ഔട്ട്സൈഡ് എടുക്കണം. അപ്പോൾ ആദ്യത്തെ ടൈമിൽ നിന്ന് j⁻⁴ താഴത്തെ ടൈമിൽ നിന്നും j⁻⁴, രണ്ടിനും j⁻⁴ ആണ് ഔട്ട്സൈഡ് എടുക്കാൻ പറ്റുക. അപ്പോൾ ഇതിൽ നിന്ന് j⁻⁴ മൾട്ടിപ്ലൈ ചെയ്ത ശേഷമുള്ളതാണ് ഞാൻ പറയുന്നത്. j⁻⁴ ന്യൂമറേറ്ററിൽ നിന്ന് ഔട്ട്സൈഡ് എടുത്ത് കഴിയുമ്പോൾ ബാക്കി ഉണ്ടാവുക 1 + 2/j ആണ്. കാരണം ജയുടെ കൂടെ j³ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 2/j അവിടെ വരും j⁻⁴ ഔട്ട്സൈഡ് പോന്നു കഴിഞ്ഞാൽ. അതുപോലെ താഴത്തത് ഇത് തന്നെയാണ്, ഈ സെയിം ടൈം തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് j⁻⁴ ഔട്ട്സൈഡ് പോന്നു കഴിഞ്ഞാൽ 1 - 3j² + 3/j² + 10/j⁻⁴. എല്ലാത്തിൽ നിന്നും j⁻⁴ കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഔട്ട്സൈഡ് എടുക്കാന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാന്നാണല്ലോ. എന്നിട്ട് ആ j⁻⁴ ക്യാൻസൽ ചെയ്ത ശേഷമുള്ള ടേമാണ് പിന്നീട് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഡിവൈഡഡ് ബൈ ആണ് കേട്ടോ, സ്ലാഷ് പോലെ ചെറുതായിട്ട് വരച്ചിട്ടുണ്ട്.
അപ്പോൾ അതാണ് പിന്നീട് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാൽക്കുലേഷൻ ഞാൻ ഈ പറഞ്ഞ പോലെ കാൽക്കുലേഷൻ ചെയ്ത ശേഷം ഇങ്ങനെ ഇത് കിട്ടുന്നില്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാം. എന്നിട്ട് കിട്ടിയില്ല, ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് മെസ്സേജ് ചെയ്ത് ചോദിക്കാം കേട്ടോ. ഈ കാൽക്കുലേഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് എടുത്തു വരുമ്പോൾ ലിമിറ്റ് കൊടുത്തു വരുമ്പോൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ നോക്കിയേ, 1ന്റെ ലിമിറ്റ് 1 തന്നെയായിരിക്കും. 2/jയുടെ ലിമിറ്റ് j ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ അത് 0 ആയി പോകും. ഇനി ഇവിടെ ഡിനോമിനേറ്ററിലും 1ന്റെ ലിമിറ്റ് 1 തന്നെയായിരിക്കും. 3/j² ലിമിറ്റ് എന്താവും? 0 ആയി പോകും അല്ലേ, ആസ് j ടെൻസ് ടു ഇൻഫിനിറ്റി. പിന്നെ 10/j⁴ ലിമിറ്റോ ആസ് j ടെൻസ് ടു ഇൻഫിനിറ്റി, ഇതും 0 ആയി പോകും. സോ ന്യൂമറേറ്ററിൽ 1 കിട്ടും, നമുക്ക് ഡിനോമിനേറ്ററിലും 1 കിട്ടും ലിമിറ്റ് ആയിട്ട് അല്ലേ, അത്രേ കിട്ടുള്ളൂ. അപ്പോൾ 1/1 എന്താ കിട്ടുക? =1 കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ ഈ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് ലിമിറ്റ് =1 കിട്ടി. ലിമിറ്റ് =1 കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ അതിൽ നിന്ന് റേഷ്യോ ടെസ്റ്റ് എന്ന് പറയാവുന്നത്? റേഷ്യോ ടെസ്റ്റ് എന്നോ ആലോചിച്ച് നോക്കിയതാ. റേഷ്യോ ടെസ്റ്റ് കിട്ടുമ്പോൾ നമുക്ക് എന്താ പറയാവുന്നത്? ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്, റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ്, ലിമിറ്റ് കമ്പാരിസൺ അല്ല, റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ്. അപ്പോൾ അതാ ലിമിറ്റ് ഒന്നില്ലെങ്കിൽ മോഡ് AI > BI എന്ന് പറയാൻ പറ്റണം, അല്ലെങ്കിൽ ലിമിറ്റ് I ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് AI/BI > ആണെങ്കിൽ ഒരു ഫൈനൈറ്റ് വാല്യൂ ആണെങ്കിൽ, ഇപ്പോൾ ഒരു ഫൈനൈറ്റ് വാല്യൂ 1 എന്നാണ് നമുക്ക് കിട്ടിയത്. ഫൈനൈറ്റ് വാല്യൂ ആണെങ്കിൽ BI കൺവേർജന്റ് ആണെങ്കിൽ AIയും കൺവേർജന്റ് ആയിരിക്കും എന്നാണ് ഈ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെടുത്ത BI എന്താ? 1/j². P സീരീസ് ആണ് അല്ലേ, P സീരീസ് വിത്ത് P = 2 ആണ് അല്ലേ. ഐക്ക് പകരം J ആണെന്ന് മാത്രം, അതൊന്നും പ്രശ്നമില്ല, വാരിയബിൾ മാറിയോണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഐക്ക് പകരം J ആണ്. 1/j² എന്ന് പറഞ്ഞാൽ അത് P സീരീസിന്റെ ഫോമാണ്. P സീരീസ് വിത്ത് P = 2. P > 1ന് P സീരീസ് കൺവേർജന്റ് ആണ്. അപ്പോൾ P = 2 ആയതുകൊണ്ട് ഈ BJ എന്ന് പറയുന്ന സീരീസ് കൺവേർജന്റ് ആയിരിക്കും. ശരിയല്ലേ? അതിവിടെ റീസൺ എഴുതണം. നിങ്ങൾ ഈ സ്റ്റെപ്പ് കഴിയുമ്പോൾ നിങ്ങൾ ഇവിടെ റീസൺ എഴുതണം. ∑BJ, that is ∑j = 1 to infinity 1/j², is a P series with P is equal to 2. Therefore, ∑j = 1 to infinity BJ converges. അതുകൊണ്ട് റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് ലിമിറ്റ് 1 എന്നാ കിട്ടിയ. ഈ ലിമിറ്റ് 1 is less than infinity ആണെന്നുകൂടി ഇവിടെ ഒന്ന് എഴുതിക്കോളൂ കേട്ടോ. ഈ സ്റ്റെപ്പ് എഴുതുമ്പോൾ നിങ്ങൾ this = 1 and which is less than infinity എന്നുകൂടി എഴുതിക്കോളൂ. കാരണം റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റിൽ ലെസ് ദാൻ ഇൻഫിനിറ്റി ആവണം, ഫൈനൈറ്റ് വാല്യൂ ആവണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടല്ലോ, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ∑j = 1 to infinity AJ also converges എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത പ്രോബ്ലം, ∑n = 1 to infinity 3n + √n divided by 2n⁵3/2 + 2 എന്നുള്ള പ്രോബ്ലം. അപ്പോൾ അതും നമ്മൾ an ആയിട്ട് തന്നിരിക്കുന്ന ടേം എടുക്കാം. bn ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ മാക്സിമം ബൈ രണ്ടിൻ്റെയും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വരുന്ന മാക്സിമം പവർ എടുക്കാം. ഇവിടെ ന്യൂമറേറ്ററിൽ ഇവിടെ n-ഉം ഇവിടെ n⁵1/2. അപ്പോൾ മാക്സിമം പവർ എന്ന് പറഞ്ഞാൽ n ആണ്, അത് അവിടെ എഴുതി. ഇവിടെ ഡിനോമിനേറ്ററിൽ n⁵3/2 ആണ് മാക്സിമം പവർ, അപ്പോൾ n⁵3/2 എഴുതി. then ഇത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ n⁵3/2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ n × n⁵1/2. അപ്പോൾ n-ഉം ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ 1/√n ആണ് ബാലൻസ് ഉണ്ടാവുക. 1/n⁵1/2 ആണ് ബാക്കി ഉണ്ടാവുക. n⁵3/2 പവർ റൂൾ യൂസ് ചെയ്താൽ മതി നിങ്ങൾ. അപ്പോൾ n⁻⁻1/2 എന്ന് കിട്ടും. n⁻⁻1/2 ഈസ് 1/n⁻⁻1/2, ദാറ്റ് ഈസ് 1/√n എന്ന് കിട്ടും. സിമ്പിൾ ആണ് കേട്ടോ, അത് ചെയ്ത് നോക്കിയാൽ മതി. ദെൻ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an/bn നിങ്ങൾ എഴുതണം. എന്നിട്ട് an-ഉം നിങ്ങൾ അവിടെ എഴുതണം, bn-ഉം നിങ്ങൾ അവിടെ എഴുതണം. എന്നിട്ടാണ് ഈ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ കാൽക്കുലേഷൻ, ഇതിൻ്റെ രണ്ടിൻ്റെയും കാൽക്കുലേഷൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ട് തരണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിൻ്റെ പിന്നാലെ നോട്ട്സിൻ്റെ കൂടെ ഞാൻ ഇട്ടേക്കാം. ഓക്കെ, ഈ രണ്ടെണ്ണത്തിൻ്റെ കാൽക്കുലേഷൻ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3/2 എന്ന് കിട്ടും. 3/2 എന്ന് ലിമിറ്റ് കിട്ടും. ഓക്കെ,
അപ്പോൾ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്, ഫൈനൈറ്റ് വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ BN കൺവേർജ് ചെയ്യുമെങ്കിൽ, സീരീസ് BN കൺവേർജ് ചെയ്യുമെങ്കിൽ സീരീസ് ANും കൺവേർജ് ചെയ്യും. സീരീസ് BN എന്ന് പറഞ്ഞാൽ 1/√n ആണ്. 1/√n എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ P സീരീസ് വിത്ത് P ഈസ് ഈക്വൽ ടു 1/2 ആണ്. ഇറ്റ് ഈസ് എ P സീരീസ് വിത്ത് P ഈസ് ഈക്വൽ ടു 1/2 ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, അത് കൺവേർജ് ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന സീരീസും കൺവേർജ് ചെയ്യില്ല. ഓക്കെ, അതാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് താഴെ